നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി നമ്മുടെയൊക്കെ എൻ്റെ നാടായ കീവറമ്പ് പയമ്പറമ്പ് പ്രദേശത്ത് ഈ വീട്ടുകാരൻ്റെ ഉടമസ്ഥലുള്ള സ്ഥലത്ത് വലിയൊരു ഗുഹ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രംഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഗവൺമെൻറ് ജിയോളജിക്കൽ വകുപ്പൊക്കെ വന്ന് അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം തൊട്ടടുത്തൊക്കെ ഒരുപാട് പ്രദേശവാസികളുള്ളതാണ്. എല്ലാവരും ആശങ്കയിലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കീവറമ്പ് പയമ്പറമ്പ് പ്രദേശത്ത് ഒരു പ്രദേശവാസിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് മുറ്റത്ത് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ കിണറിൻ്റെ അത്രയും വിസ്തീർണത്തിലാണ് ഈ ഒരു ഗർത്തം. വലിയൊരു ഗുഹ. അപ്പോൾ അതിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് നോക്കാം അല്ലേ. വലിയൊരു ഗുഹയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആയം എത്രയുണ്ട് എന്നുള്ളത് പോലും അറിയില്ല. എല്ലാവരും പരിഭ്രാന്തിയിലാണ്. പ്രദേശവാസികളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ആശങ്ക. നമുക്ക് നമ്മളെ പ്രദേശവാസികൾ ഇവിടെ ഉണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് ചോദിക്കാം. നിങ്ങളെ പേരെന്താ? അപ്പൂട്ടൻ. അപ്പോൾ അപ്പൂട്ടൻ്റെ സ്ഥലത്താണ് ഇങ്ങനെ ഒരു ഗർത്തം വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ സംഭവിച്ചേ? നല്ല രാത്രിയോ? അപ്പോൾ നിങ്ങളിത് ശബ്ദം കേട്ടിരുന്നോ? ഇല്ല, വലിയ സൗണ്ടൊന്നും ഇല്ല. ഇവിടെ കിണറുണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് കല്ല് വെട്ടിയ സ്ഥലമുണ്ട്. കല്ല് വെട്ടിയ സ്ഥലമാണ് തോന്നുന്നല്ലേ? അപ്പോൾ ഇന്നലെ മഴ പെയ്ത സമയത്ത് വന്നതാ. ഇതിൽ വെള്ളം ഒലിച്ച് വരാറുണ്ടോ? വെള്ളം ഒലിച്ചു ഇപ്പോൾ ഇന്നലെ മഴയൊക്കെ വന്നത് ആണല്ലേ? അപ്പം ഇത് കണ്ടപ്പോൾ ആകെ പേടിയുണ്ടല്ലേ? അപ്പോൾ ആ ഗുഹ കുറേ ഉണ്ടല്ലോ, ഉള്ളിക്ക് കുറേ അടിയിക്ക് ഉണ്ട് അല്ലേ? നിങ്ങൾ ഇറങ്ങി നോക്കിയോ? ഇറങ്ങി നോക്കിയില്ല അല്ലേ? അത് ശരി. അപ്പോൾ അത് പിന്നെ ഇവരെ വിളിച്ചിരുന്നോ? വേറെ ജിയോളജി വകുപ്പിനെ വിളിച്ചിരുന്നോ? ആരൊക്കെയാ വിളിച്ചെന്ന് എനിക്കറിയില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇവിടെ മീഡിയക്കാരും വന്നിട്ടില്ല? ഇല്ല, ആരും വന്നില്ല. ഓക്കെ. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ എത്ര ഉണ്ട്? ടോർച്ച് ഉണ്ടോ? അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ആയം, ഇതിൻ്റെ ഉൾഭാഗം എത്ര ഉണ്ട്? നമുക്ക് ഇറങ്ങി നോക്കാൻ പേടിയാണ്. കാരണം ഇത് ഇടിഞ്ഞു പോകുക എന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഇതിൻ്റെ അടിയിലേക്ക് നല്ല എന്തോ ഒരു പഴയകാല ഗുഹ ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ജിയോളജിക്കൽ വകുപ്പിനെ ഇവരെ അറിയിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ ഇവിടെ വന്നിരുന്നു. രാഷ്ട്രീയ പ്രമുഖ നേതാക്കളൊക്കെ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. പലരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ എൻ്റെ സുഹൃത്ത് അദ്ദേഹം വിളിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളെങ്ങനെ ഇത് അറിഞ്ഞേ? ഞങ്ങൾ ഇന്നലെ ആരോ കണ്ട് പറഞ്ഞു രാവിലെ. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു. അപ്പം പണിക്കൊന്നും പോയില്ലല്ലേ? ഇല്ല, ഇത് കണ്ടപ്പോൾ പിന്നെ ലീവാക്കി. അത് ശരി. ഞങ്ങൾ ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നോക്കട്ടെ അതിൻ്റെ എത്രത്തോളം ഉള്ളിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇതേ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇത് അവിടെ ഇറങ്ങി നോക്കിയാൽ അതിന്റെ കറക്റ്റ് എനിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ധൈര്യമായിട്ട് ഇറങ്ങിയാൽ അത് ഞങ്ങൾ നോക്കിയോളാം. ഉള്ളിലേക്ക് ആ എൻഡ് നല്ലോണം പോകുന്നുണ്ട്. അങ്ങോട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. മൊബൈൽ വീണാൽ ഞാൻ പണിയിട്ടു കേട്ടോ. അങ്ങോട്ട് ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അവിടെ പാമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവിടെ നോട്ടെ, പാമ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തോ സംഭവം ഇവിടെ നടിച്ചോ? ഇവിടെ കാണൂല. അവിടെ വീട് അതെടുക്കാം. അപ്പോൾ വലിയ തൊട്ടടുത്ത് വീടാട്ടോ. അപ്പോൾ ഈ വീടിനൊക്കെ ഭീഷണിയാണ്. എന്തായാലും ജിയോളജിക്കൽ വകുപ്പ് ഉണ്ടോ? തൊട്ടടുത്ത് ഇവരെ കിച്ചണാണുള്ളത്. ഇത് കിച്ചണല്ലേ? വീടല്ലേ? വീട് തന്നെ. വീടിൻ്റെ തറ കണ്ടല്ലേ? തൊട്ടടുത്താണ് ഇതുള്ളത്. കാരണം അങ്ങോട്ടൊക്കെ ഇതിൻ്റെ അടിയിക്കുണ്ട്. അങ്ങോട്ട് കുറച്ചുണ്ട് ഗുഹ. അങ്ങോട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് വന്നിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. കാരണം തൊട്ടടുത്ത് വീടുകളാണ് കേട്ടോ അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരോട്? വേഗത്തിൽ വന്നിട്ടില്ലേ? ഒരു അന്വേഷണം നടത്തണല്ലേ എന്താ സംഭവം എന്നുള്ളത് അല്ലേ ജലീൽ സാഹിബ്? ഇതാണ് ഗുഹ. ഇതാണ് തൊട്ടടുത്ത വീട്. ഈ വീട്ടുകാരൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് മറ്റൊരു വീടുള്ളത്. തൊട്ടടുത്ത്
അപ്പോൾ ഈ തൊട്ടടുത്ത വീടുള്ള ചന്ദ്രേട്ടനാണ് ഇപ്പോൾ നമ്മോട് കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗുഹ കണ്ടത് കൂടെ ഒരു നിങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ട് അല്ലേ? കാരണം നിങ്ങളെ വീടിൻ്റെ അടിയൊക്കെ അതിൻ്റെ ഒരു അത് നോക്കിയിരുന്നോ? നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഒന്നുമില്ല അല്ലേ? തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തുണ്ട്. ആ, അപ്പോൾ ഗവൺമെൻറ്റിനെ അറിയിക്കണം അല്ലേ? എന്തായാലും ഒരു പരിശോധന നടത്തിയുള്ള സേഫ്റ്റി മെഷർമെൻറ്റ് വേണം ഇവിടെ അല്ലേ? ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കും. ഓക്കെ.